നമസ്തേ. വൃന്ദാവൻ ബാലഗോകുലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു സിന്ദൂരപ്പൊട്ടിൽ എന്തെല്ലാം എന്നൊന്ന് നമുക്കൊന്ന് നോക്കാം. കുങ്കുമപ്പൂവ് ഉണക്കിപ്പൊടിച്ചുണ്ടാക്കുന്ന കുങ്കുമം ദേവീ തത്വത്തിൻ്റെ പ്രതീകമാണ്. ചന്ദ്രൻ, കുജൻ, ശുക്രൻ, കേതു എന്നീ ഗ്രഹങ്ങളുടെ ദശാകാലങ്ങളിൽ പതിവായി കുങ്കുമത്തിലകം ധരിക്കുന്നത് നല്ലതാണ്. കുങ്കുമപ്പൂ പൊടിച്ചെടുത്തുണ്ടാക്കുന്ന ശുദ്ധ കുങ്കുമം കിട്ടാൻ പ്രയാസമായതിനാൽ ചന്ദ്രൻ, കുജൻ, ശുക്രൻ, കേതു എന്നീ ഗ്രഹങ്ങളുടെ അതിദേവതാ ക്ഷേത്രങ്ങളിൽ കുങ്കുമാർച്ചനയോ കുങ്കുമാഭിഷേകമോ നടത്തി അതുകൊണ്ടും തിലകമണിയാം. കേതുദശയിൽ ഗണപതി ഹോമത്തിൻ്റെ കരിപ്രസാദവും രാഹുദശയിൽ മഞ്ഞൾ പ്രസാദവും നിത്യേന തൊടുന്നത് ദോഷശാന്തിക്ക് ഉത്തമമാണ്. ദാരുവിഗ്രഹ പ്രതിഷ്ഠയുള്ള ഭദ്രകാളി ക്ഷേത്രങ്ങളിലെ ചാന്താട്ടത്തിൻ്റെ ചാന്തുകൊണ്ട് കുജദശാകാലത്തും ചന്ദ്രദശാകാലത്തും തിലകം തൊടാം. അകിൽ, ചന്ദനം, ഗുൽഗുലു, കുങ്കുമം, കൊട്ടം, ഇരുവേലി, രാമച്ചം, ജടാമഞ്ചി എന്നീ 8 സുഗന്ധദ്രവ്യങ്ങൾ ചേർത്ത് തയ്യാറാക്കുന്ന കളഭം തൊടുന്നതും വിശേഷമാണ്. നേർമയായ മഞ്ഞൾപ്പൊടിയിൽ നാരങ്ങാനീര് കലർത്തി ഉണക്കിയെടുക്കുന്ന സിന്ദൂരം, കസ്തൂരി മൃഗത്തിൽ നിന്നും ലഭിക്കുന്ന കസ്തൂരി, പശുവിൽ നിന്നെടുക്കുന്ന ഗോരോചനം, പച്ചരിയും ചൗവരിയും കരിച്ചെടുത്ത് ചെമ്പരത്തിപ്പൂവിൻ്റെ നീര് ചേർത്ത് തിളപ്പിച്ചു കുറുക്കി തയ്യാറാക്കുന്ന ചാന്ത്, കസ്തൂരിയും കർപ്പൂരവും അകിലും ചന്ദനവും അരച്ച് തയ്യാറാക്കുന്ന കുറിക്കൂട്ട് എന്നിവയൊക്കെ പണ്ട് മുതൽക്കേ സൗന്ദര്യവർദ്ധനവിനായി സ്ത്രീകൾ കുറി തൊടാൻ ഉപയോഗിക്കുന്നുണ്ട്. വശീകരണത്തിനും തിലകാധാരണം പതിവുണ്ടായിരുന്നു. സിന്ദൂരം ഒരു വിശ്വാസമാണ്. മരണം വരെ കൂടെയുണ്ടാകും എന്നുള്ള വിശ്വാസം. ഈ ഒരു ചെറിയ അറിവ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നമസ്തേ.